ഓക്കെ, നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. എവിടെ എൻ്റെ വൈറ്റ് പൊടി? അയാ ഓക്കെ. പക്ഷെ ഭയങ്കര. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഫസ്റ്റ് ഓർഗാനിക് ഇൻഡിഗോ പൗഡറാണിത്. സോ നമ്മൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് മതിയെന്ന് എനിക്ക് തോന്നണം. ഇത് ഫുള്ളും ഇൻഡിഗോ പൗഡറാണ്. നാച്ചുറലായിട്ട് ഹെയർ കളർ, ഹെയർ ഡൈ എങ്ങനെ ചെയ്യാം എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് ഇൻഡിഗോ പൗഡർ എടുക്കുക. ദെൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക. കാണുന്നുണ്ടോ ഗൈസ്? എനിക്ക് വൈറ്റ് ഹെയർസ് ഉണ്ട്. അത് എത്രത്തോളം കവറാവും എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഈ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഞാൻ ഇതിൽ ഹെന്നയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലേക്ക് കളർ കിട്ടും. ആ ഒരു ഇത് ബ്ലാക്ക് കളറായിട്ട് പെട്ടെന്ന് വരും. ഓക്കെ, കുറച്ച് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഹെന്ന ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാനിവിടെ ഇത് പറയുന്ന ഹെയറിനെയാണ് കേട്ടോ. നമ്മൾ ഈ ഇലയുടെ നാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. തീട്ടമണം, രസമില്ല, ഒരു കൊള്ളത്തില്ല. കപ്പിമാണ് അതിന്. എന്തോ ഒരു ഭയങ്കര കുത്തണമാണ്. എനിക്കത് ഭയങ്കര സഫോക്കേഷൻ, ഒരു ഫീല്. അയ്യോ, കളർ ചേഞ്ച് ആകുന്നുണ്ടോ അറിയില്ല ഗൈസ്. ഓ, എൻ്റെ കവർ കയറി ഗൈസ്. പോയി. ശരി, കയ്യിൽ കളർ ആവത്തില്ലെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഹാൻഡ് വാഷ് ചെയ്യാം. ഇത് കുറച്ചായിട്ടുള്ളൂ. പക്ഷേ കയ്യിൽ ഓക്കെ എല്ലായിടത്തും വെച്ച് തേച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ബാൻഡ് ഇടണം എനിക്ക് തലയിൽ. ദെൻ ഫിനിഷ്. ഞാൻ മൊത്തം എടുത്ത് യൂസ് ചെയ്തു ഗൈസ്. നമ്മൾ മൊത്തം എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബാൻഡ് ഇട്ടിട്ട് വരാം. Wish you a Merry Christmas. Wish you a Merry Christmas. Wish you a Merry Christmas and Happy New Year. അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എനിക്കറിയില്ല ഗൈസ്, എൻ്റെ മെൻ്റ് ഇതാണ് പോയിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ ഇത് എന്താകും. വെച്ച് നോക്കാം. കളർ ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയോ, എന്ത് സംഭവിക്കുന്നുണ്ടോ നോക്കാം. ഷവർ ക്യാപ്പ് ഇടണം. ഞാൻ കൂടുതലും ഈ ഓയിലൊക്കെ വെക്കത്തില്ലേ, അപ്പോഴാണ് ഞാൻ ഈ ക്യാപ്പ് ഇട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹെന്ന ചെയ്യാൻ പോലും ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. One eternity later. ശരിക്കും നോക്ക്, കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്കിതിൽ കാണാം കേട്ടോ. എൻ്റെ മണ്ടലിൽ കൊണ്ടെനിക്ക് മനസ്സിലാവുന്നു. എങ്കിലും ശരി കേട്ടോ, ഞാൻ തേക്കുമ്പോൾ ഓക്കെ മാറ്റുണ്ടല്ലേ. കഴുകി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ തേക്കുമ്പോൾ പച്ച കളറിലുണ്ടായിരുന്നതാ. ഓ മൈ ഗോഡ്, കൈ കളർ ആവത്തില്ലെന്ന് വിചാരിക്കും.
തേക്കുമ്പോൾ പച്ച കളറായിരുന്നേ. ഇപ്പം നോക്കിയാ കാണുന്നുണ്ടോ ഗൈസ്? കളറ് മാറി. ഹേ നോക്കാം ഇതിനിപ്പോൾ വാഷ് ചെയ്തിട്ട് എന്താവും നോക്കാം. ആക്ച്വലി ഞാൻ ഒരു 3 മണിക്കൂർ വെച്ച് തലയിൽ, അപ്പം ആദ്യമൊന്നും പച്ച തന്നെയായിട്ടാണ് നിൽക്കണത്, സ്വെറ്റായിട്ടോ തല. അങ്ങനെ 3 മണിക്കൂർ തലയിൽ വെച്ച് ഇപ്പോഴാണ് വാഷ് ചെയ്യാൻ പോയി. ഞാൻ 1 മണിക്ക് വെച്ചതാണ് സംഭവം. വാഷ് ചെയ്യാൻ പോകുന്ന ഇപ്പം സമയം 3:30 ആവാൻ പോകുന്നു. കാണുന്നുണ്ട് ഗൈസ്, 25. ഇത് തലയായിട്ടാണ് പിടിച്ചത്, സോറി. ഇതെങ്ങനെ കാണിച്ചാലോ കറക്റ്റായി കാണിക്കുക? മിററായിട്ടാണ് വരുന്നത്. 3:25. ഷോ നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നു ഗൈസ്. We are going to wash our hair. My hair. ഓക്കെ, റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷമായിട്ടുണ്ടാവും തോന്നുന്നു, എനിക്ക് ഫുൾ ബ്ലാക്ക് ഹെയറിൽ എന്നെ കാണുന്നത്. സോ ഞാൻ ഇപ്പോഴും ശരിക്കും ബ്ലാക്ക് കളറെന്നൊക്കെ വരുന്നത്. കുറേ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാനൊരു ആവുമെങ്കിൽ, ബ്ലാക്ക് കളർ ആവുകയാണെങ്കിൽ ഇപ്പോഴാണ് ഫുൾ ബ്ലാക്കിൽ ഞാൻ വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അറിയണുണ്ടോ? ഞാൻ ഫസ്റ്റ് അത് വലിയ കൂടി എങ്ങനെയായിരുന്നു. ഞാൻ ബ്ലാക്ക് മച്ചായി, ഐ മീൻ ഹെയർ, മൈ ഹെയർ. നോക്കൂ എൻ്റെ ഹെയർ ഇവിടെ ഉണ്ട്. എവിടെ എൻ്റെ വൈറ്റ് പൊടി? അയാ ഓക്കെ, പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടോ. ആ ഒരു പ്രശ്നം മാത്രം എനിക്ക് ഫീൽ ചെയ്തു. Oh my gosh. കുറേ നാളത്തേക്കിന്, കുറേ വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല, കറക്റ്റ് അതാണ്, കുറേ വർഷമായി ഞാൻ ബ്ലാക്ക് കളർ ഹെയർ കൊണ്ട് നടന്നിട്ട്. സോ വീണ്ടും ഞാൻ ഇത് ഇപ്പോഴാണ് ബ്ലാക്ക് കളർ ആക്കിയത് ഹെയർ. എനിക്കിത് ഇഷ്ടമായിട്ടോ, സംഭവം കൊള്ളാം. സോറി, എനിക്കിത് ഇഷ്ടമായിട്ടോ, സംഭവം കൊള്ളാം. കാരണം നമ്മൾ കെമിക്കൽസും അതും ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ബ്ലാക്ക് ആയിട്ട് കളർ ചേഞ്ച് ആക്കണേൽ നല്ലത്, ബ്ലാക്ക് ഡേ കൊടുക്കണേൽ നല്ലത് നമ്മൾ ഹെന്ന ചെയ്തിട്ട് ഇൻഡിഗോ ചെയ്തത് തന്നെയാണ് ഗൈസ്. ഞാൻ ഹെന്ന മാത്രമല്ല, ഓൾറെഡി എൻ്റെ ഹെയറിൽ ഹെന്ന ഉണ്ടായിരുന്നു, പിന്നെ ഹെയർ കളറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വർക്കായി. ഓക്കെ, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പർ. എല്ലാവരും പറഞ്ഞാൽ ഗ്രേ ഹെയർസ് ഉള്ളവർ എല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പർ പറഞ്ഞാൽ സൂപ്പറാണ്. ഇപ്പം നിങ്ങൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ ഹെയർ കളർ മാറ്റി ഒരു ബ്ലാക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നാണെങ്കിൽ കൂടി ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഒരു ഗുഡ്. എങ്കിലും ഫുള്ള് നല്ല ചെറിയൊരു എൻ്റെ ഓൾറെഡി ഒരു റെഡിഷ് ഉണ്ട്, ബട്ട് ഗുഡ് 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 സൂപ്പർ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ദെൻ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ, ചാനൽ ഇഷ്ടമാവില്ലായിരിക്കും ചിലപ്പോൾ, അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.